ദിവസവും ചന്ദനത്തിരി കത്തിക്കാറുണ്ടോ? ഇങ്ങനെ അല്ലെങ്കിൽ പ്രശ്നമാണ്. നമ്മുടെ വീടുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്ഥാനമാണ് ചന്ദനത്തിരികൾക്കുള്ളത്. ചിലർ വീടിനുള്ളിൽ ഉപയോഗിക്കുന്നതിനും ഇവ തിരഞ്ഞെടുക്കുന്നു. ചന്ദനത്തിരി പല രൂപത്തിലും നിറത്തിലുമൊക്കെ വിപണിയിൽ ലഭ്യമാണ്. എന്തായാലും ഇവ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ ചിലർ ഇത് നല്ലതല്ലെന്നും പറയുന്നുണ്ട്. സ്ഥിരമായി ചന്ദനത്തിരി കത്തിക്കുന്നതിലൂടെ പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന വിഷമയമുള്ള കെമിക്കൽ രൂപപ്പെടുന്നതിന് കാരണമായേക്കാം. ചന്ദനത്തിരി നിർമ്മിക്കുന്നത് പലതരത്തിലാണ്. അതിനനുസരിച്ച് അവയുടെ ഗുണത്തിലും വ്യത്യാസം വരും. പശുവിൻ ചാണകം, കൽക്കരി, ഉണങ്ങിയ ഔഷധസസ്യങ്ങൾ, പൂക്കൾ എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വളരെ നല്ല സുഗന്ധമായിരിക്കും. ലാവൻഡർ, ചന്ദനം, റോസ്മേരി, റോസാപ്പൂ ഇതളുകൾ എന്നിങ്ങനെയുള്ള ചേരുവകൾ കൂടി ചേർക്കുന്നതാണ് ഈ സുഗന്ധത്തിന് പിന്നിലെ കാരണം. എന്നാൽ ചന്ദനത്തിരിക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറുന്നതോടെ അതിൻ്റെ നിർമ്മാണത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പ്ലൈവുഡ്, വേസ്റ്റ് വുഡ്സ്, അറക്കപ്പൊടി അല്ലെങ്കിൽ നിറങ്ങൾ കലർത്തിയ പൊടികൾ എന്നിവ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. ചേരുവകൾ യോജിപ്പിച്ച് ചേർക്കുന്നതിന് കട്ടിയുള്ള പശകളും നീണ്ട സമയം നിലനിൽക്കുന്ന മണം നൽകുന്നതിന് സിന്തറ്റിക് ഫ്രാഗ്രൻ്റ് ഓയിലുകളുമാണ് ഉപയോഗിക്കുക. ഈ എണ്ണയിൽ ഡ്രിപ്പോപ്പിലിൻ ഗ്ലൈക്കോളാണ് മണം ലയിപ്പിച്ച് ചേർക്കാൻ അധികവും ചേർക്കാറുള്ളത്. കണ്ണിൽ നിന്നും വെള്ളം ഒഴുകുന്നതിനും ചർമ്മവീക്കം പോലെയുള്ള അലർജിക്കും ക്യാൻസർ, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കും കാരണമായേക്കാം. ശരിയായ വായുസഞ്ചാരം ലഭ്യമാക്കിക്കൊണ്ട് വേണം ഇത്തരത്തിലുള്ള സുഗന്ധപൂരിതമായ ചന്ദനത്തിരിയോ ധൂപങ്ങളോ ഉപയോഗിക്കാൻ.